നമസ്കാരം, ഞാൻ ദിനേഷ് സോബർണിക. ഇന്ന് പറയുന്നത് ഒരു അഡീനിയം അറബിക്കം ബോൺസായിനെ കുറിച്ചാട്ടോ. വളരെയേറെ പഴക്കമുള്ള ഒരു മദർ പ്ലാന്റ് ആണ് ഈ ബോൺസായി. നമുക്കിപ്പോൾ കുറച്ച് പരിചരണത്തിന് കുറച്ച് ബുദ്ധിമുട്ട് വന്നു, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതിൻ്റെ പൂവിടലൊക്കെ കുറഞ്ഞു, വളപ്രയോഗമൊക്കെ ഒന്ന് കുറഞ്ഞു. ഇതിപ്പോൾ മെയ് മാസമായി. പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇനി മെയ് മാസത്തിൽ, അതായത് മഴ വരാൻ പോവാണ്, എന്ത് ചെയ്യണം എന്ന്. ഈ ചെടി മഴയത്ത് തന്നെ ഇരിക്കുന്ന ചെടിയാണ് കേട്ടോ. മുഴുവനായിട്ടും മഴ കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ 2-3 വർഷമായിട്ട് മഴയത്ത് തന്നെ ഈ ചെടി ഇരിക്കുന്നത്. ഇടയ്ക്ക് ഇതിനൊരു ടിപ്പ് റോട്ട് ഉണ്ടാവും, അതായത് ഇതിൻ്റെ തലപ്പ് ഭാഗം ബാക്ക് വന്ന് അഴുകും. അതൊരു പ്രശ്നം, നല്ല മഴ വന്നാൽ. അപ്പം ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ, ആ ഭാഗത്ത് കട്ട് ചെയ്തിട്ട് സിപ്പപ്പിൻ്റെ കവർ ഇട്ട് സാഫ് അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ മരുന്ന് തേച്ച് വെക്കുകയാണ് ചെയ്യാറതാ. ഇപ്പോൾ പൊതുവേ അങ്ങനെ ബുദ്ധിമുട്ട് കണ്ടില്ല. ചില സമയത്ത് ടോപ്പ് വരും. അടിയിൽ ചീച്ചിൽ വരാത്തത് എന്താ വെച്ചാൽ, ഇത് മണലും കുറച്ച് മണ്ണും അതേപോലെ എല്ലുപൊടി, വേപ്പ് മണ്ണാക്ക്, മണ്ണിര കമ്പോസ്റ്റ്. എല്ലുപൊടിക്ക് പകരം റോക്ക് ഫോസ്ഫേറ്റ് ആണ്. ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സാണ്. ഇതിപ്പോൾ ഒരു 3 വർഷമായിട്ട് ഈ പോട്ടിംഗ് മിക്സ് നമ്മൾ റീപോർട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മണ്ണും ഒക്കെ ചെയ്തിട്ട് റീപോർട്ട് ചെയ്യുന്ന സമയത്ത് അതിലെ മണ്ണിൻ്റെ പശ പോലത്തെ ഭാഗങ്ങളുണ്ടാവും, അത് ഒട്ടിപ്പിടിച്ച് നിൽക്കും. അത് അങ്ങനെ നിൽക്കുമ്പോഴാണ് മഴ കൊള്ളുന്ന സമയത്ത് ഇത് ഡാമേജ് ആവുന്നത്. അത് ഒഴിവാക്കാൻ നമുക്കൊരു ഗുണം എന്താ വെച്ചാൽ, ഇത് മഴയത്ത് ഇരുന്നിട്ട് വെള്ളം ഇതിലൂടെ ഊർന്നു പോയി ഇതിലെ ആ പശ പോലത്തെ ഭാഗങ്ങൾ കംപ്ലീറ്റ് ലീക്ക് ഔട്ട് ആയിട്ട് പോയിട്ടുണ്ടാവും. ബാക്കി തരി മാത്രമാവും. ഈ തരി മാത്രമാകുമ്പോൾ അതിൽ വെള്ളം തീരെ കെട്ടി നിൽക്കുന്നില്ല. അതാണ് എനിക്ക് കിട്ടുന്ന ഒരു ഗുണം കേട്ടോ. എൻ്റെ അധിക ചെടിയും പാലക്കാട് മഴയത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രയും വലുപ്പമുള്ള ഒരു ബോൺസായി ആയതുകൊണ്ട് തന്നെ ഇനി ഇത് നിലനിർത്തണം. ഇത് കേടുവന്ന് പോവുക, ചീഞ്ഞു പോവുക എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പം ഇനി മെയ് മാസത്തിൽ എന്ത് പരിചരണം കൊടുക്കണം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി ഞാൻ ഈ വീക്ക് കഴിഞ്ഞ് 15-ാം തീയതി ഉള്ളിൽ സമയത്തേക്ക് നമുക്ക് ഇതിന് പ്രധാനമായിട്ട് വേണ്ടത് എല്ലുപൊടിയാണ്. അപ്പോൾ എല്ലുപൊടി, ഫൈൻ എല്ലുപൊടി കിട്ടുമെങ്കിൽ, നല്ല മെഷീനിൽ പൊടിച്ച ഫൈൻ എല്ലുപൊടി കിട്ടുമെങ്കിൽ അതിടാം. സാധാരണ എല്ലുപൊടി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഈ പുഴുക്കളും ഇതൊക്കെ വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഞാനത് പല സമയത്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. നല്ല വെയിലത്തിട്ട് കൊടുക്കാൻ കുഴപ്പമില്ല. അപ്പോൾ റോക്ക് ഫോസ്ഫേറ്റ് എടുക്കും, അല്ലെങ്കിൽ ഞാൻ ഫൈൻ എല്ലുപൊടി കിട്ടുകയാണെങ്കിൽ അതെടുക്കും. അതുകൂടാതെ ഈ ഒരു റിപ്പീറ്റായിട്ട് 1 സ്പൂണ് വാമ്, കുറച്ച് മണ്ണിര കമ്പോസ്റ്റ്, പിന്നെ കരിയിലയുടെ പൊടി കിട്ടുമെങ്കിൽ അതും ഇട്ട് കൊടുക്കും. ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ ടോപ്പിൽ ഒരു ലെയർ മണ്ണെടുക്കും. ഒരു ലെയർ മണ്ണ് വെച്ചാൽ കത്തി ഉപയോഗിച്ച് ചിരകിയിട്ട് ഒരു ലെയർ മണ്ണെടുത്ത് കളഞ്ഞിട്ട് ആ മണ്ണിലേക്ക് ഈ പറഞ്ഞ പോട്ടിംഗ് മിക്സ് ഒന്നുകൂടി ഇട്ട് കൊടുക്കും. ചെടിയൊന്നും ഇളക്കുന്നില്ല കേട്ടോ, പോട്ടിംഗ് മിക്സേ ഇളക്കുന്നില്ല. ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് നനയ്ക്കും. ഈ നനയ്ക്കുന്നതോടൊപ്പം തന്നെ ഞാൻ ഇത് റീപോർട്ട് ചെയ്ത് വേറെ ഒന്നും ഇളക്കിയിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഒരു 1/2 സ്പൂൺ DAP ഇതിൻ്റെ കടക്കിൽ എക്സ്ട്രാ ഇട്ട് കൊടുക്കും. 1/2 സ്പൂൺ DAP ഇട്ട് കൊടുക്കും. ഇതാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ലാസ്റ്റ് വരെ നല്ല മഴയുള്ള സമയമായതുകൊണ്ട് വളപ്രയോഗം കാര്യമായിട്ടൊന്നും കൊടുക്കില്ല. പക്ഷെ ഞാൻ കൊടുക്കും, അത് ഞാൻ പറഞ്ഞു തരാം. ജൈവവളങ്ങളൊന്നും നമുക്കിതിന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ മെയ് മാസത്തിൽ ഈ വളം കൊടുത്തതിൻ്റെ ശേഷം ജൂൺ ആവുന്നതിൻ്റെ മുന്നേ, ഇപ്പോൾ മെയ് മാസത്തിൽ എപ്പോഴെങ്കിലും 2 തവണയായിട്ട് നമ്മൾ സ്ഥിരം കൊടുക്കുന്ന കായിക വളർച്ചയ്ക്ക് വേണ്ടിയുള്ള 30-10-10 കൊടുക്കും. ഇതാണ് പ്രധാനമായിട്ട് കൊടുക്കുന്ന വളം. ഇത് 2 തവണ കൊടുത്തതിന് ശേഷം പിന്നെ ജൂണിൽ ഒന്നും ജൈവ വളങ്ങളൊന്നും കൊടുക്കില്ല. നല്ല മഴ ഇല്ലാത്ത ദിവസങ്ങളിൽ ജൂണിൽ മാത്രം 30-10-10 മാസത്തിൽ 2 തവണ എന്നുള്ള തോതിൽ ഇങ്ങനെ കൊടുക്കും. വേറെ പൂവിടാനുള്ള വളങ്ങളൊന്നും കൊടുക്കില്ല. ഇനി പൂവിടാനുള്ള വളങ്ങൾ ഞങ്ങൾ കൊടുക്കാറുണ്ട്. എങ്ങനെയെന്നറിയോ, UV ഷീറ്റിൻ്റെ അടിയിൽ വെച്ച ചെടികൾ വല്ല എക്സിബിഷൻ, വല്ല അർജന്റ് ഷോ എന്തെങ്കിലും നടത്താനുണ്ട് എങ്കിൽ ആ സമയത്ത് പൂവിടാൻ വേണ്ടിയിട്ട് നമ്മൾ UV ഷീറ്റിൻ്റെ അടിയിലാണെങ്കിൽ, ഡ്രൈ ആയി നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ 13, 27, 27 കൊടുക്കാറുണ്ട്. അത് പൊതുവെ അടീനിയങ്ങൾക്ക് കൊടുക്കുക. എല്ലാറ്റിനും അങ്ങനെ ചെയ്യും, ഷെഡിനകത്താണെങ്കിൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു കെയറിങ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെ പോട്ടിംഗ് മിക്സിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ ഇത് മഴക്കാലത്തും യാതൊരു കേടും കൂടാതെ നിൽക്കുന്നുണ്ട്. അപൂർവമായിട്ട് ചില ചെടികൾ കേടുവരും, കാരണം അത് മണ്ണ് കൂടിയിട്ട്. അപ്പം നമ്മൾ അത്തരം ചീഞ്ഞു പോയ വല്ല ചെടികളുണ്ടെങ്കിൽ അതിൻ്റെ പോട്ടിംഗ് മിക്സ് നോക്കിയാൽ അത് നല്ല പശിമുള്ള പോട്ടിംഗ് മിക്സ് ആയിട്ട്, നല്ല പശ പോലെ അങ്ങ് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന രൂപത്തിലുള്ള പോട്ടിംഗ് മിക്സ് ആയിരിക്കും. മണൽ കലർന്ന കൂടുതലുള്ളത്, അല്ലെങ്കിൽ കല്ലുപൊടി ഉള്ളത്, അല്ലെങ്കിൽ എംസാൻഡ് അരിച്ചെടുത്ത തരി ഉള്ളത് പോട്ടിംഗ് മിക്സ് ഒക്കെ ആണെങ്കിൽ അത് ചീഞ്ഞു പോകാറില്ല. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഈ ചട്ടി വെക്കുന്നത് നിലത്താണെങ്കിൽ
നേരെ നിരത്ത് അല്ലെങ്കിൽ ടെറസിന്റെ മുകളിലൊക്കെ ആണെങ്കിൽ അടിയിലുള്ള ചട്ടിയുടെ അടിയിലൊരു നനവ് നിന്നിട്ട് അവിടെ ഫംഗസ് വളരാനുള്ള സാധ്യത വളരെ കൂടും. അതാണ് ഒന്നുള്ളത്. പിന്നെ ഇതിൽ ഇനി ഈ തണ്ടുതുരപ്പൻ പുഴു അല്ലെങ്കിൽ വേരുതീനിപ്പുഴു, ഫംഗസ് ഇതൊക്കെ വരും. അതിനുള്ള ട്രീറ്റ്മെന്റ് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് എന്തായാലും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. താങ്ക് യു.